ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ +1 മാത്തമാറ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഓരോ ചാപ്റ്ററിലെയും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ. 4 മാർക്ക് ഇതാ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഈ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് ഒരു 5 ഇക്വേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ ഇക്വേഷൻസ് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. ഒന്നാമത്തെ ഇക്വേഷൻ P(not)A അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ മീൻസ് എയിൽ ഇല്ലാത്തത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? P(A) കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. അത് കാണാൻ 1 - P(A) ചെയ്താൽ മതി. ജസ്റ്റ് 1ൽ നിന്ന് P(A)യുടെ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. രണ്ടാമത്തെ ഇക്വേഷൻ പഠിക്കേണ്ടത് P(A) ഓർ B. എ ഓർ ബി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കാണേണ്ടത്? എ യൂണിയൻ ബി ആണ് കാണേണ്ടത്. സോ P(A) യൂണിയൻ ബി. ഒന്നുമില്ലെങ്കിൽ ക്വസ്റ്റ്യൻ P(A) ഓർ ബി എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ P(A) യൂണിയൻ ബി കാണാൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ 2 രീതിയിൽ ഓർത്ത് വയ്ക്കുക. ഓർ വരുമ്പോൾ യൂണിയൻ. സോ എ യൂണിയൻ ബി കാണാൻ P(A) + P(B) - P(A) ഇൻ്റർസെക്ഷൻ ബി ചെയ്യുക. ഇത് നമ്മൾ സെറ്റിൽ പഠിച്ചിട്ടുള്ള അതേ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ട് സമയം എടുക്കേണ്ടതൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഇക്വേഷൻ പഠിച്ചെടുക്കാം. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ P(A) ആൻഡ് B. ആൻഡ് വരുമ്പോൾ എന്താ ചെയ്യുക? എയും ബിയും രണ്ടും വേണം. അപ്പോൾ നമ്മളെങ്ങനെ എഴുതാം? P(A) ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാം. P(A) ഇൻ്റർസെക്ഷൻ ബി കാണാൻ P(A) + P(B) - P(A) യൂണിയൻ ബി ചെയ്യുക. ഇതേ ഇക്വേഷൻ തന്നെ ഒന്ന് തിരിച്ചെഴുതുന്നു. ഇവിടെ യൂണിയൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻ്റർസെക്ഷൻ സബ്ട്രാക്ട് ചെയ്യുന്നു. ഇവിടെ ഇൻ്റർസെക്ഷൻ ആണ് കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? P(A) യൂണിയൻ ബി എന്നുള്ളത് സബ്ട്രാക്ട് ചെയ്യുക. ഇൻ്റർസെക്ഷനും യൂണിയനും ഒന്ന് മാറ്റി എഴുതിയാൽ മതി. അപ്പോൾ 3 ഇക്വേഷനും പഠിച്ചല്ലോ. ഇനി 4ാമത്തെ ഇക്വേഷൻ P(not)A ആൻഡ് not B. എയിലില്ല, അതുപോലെ തന്നെ ബിയിലും ഇല്ലാത്തത്. അപ്പോൾ P(not)A എന്ന് പറയുമ്പോൾ P(A) കോംപ്ലിമെൻ്റ് എന്ന് എഴുതണം. ആൻഡ് എന്ന് പറയുമ്പോഴോ ഇൻ്റർസെക്ഷൻ എഴുതുക. not B എന്ന് പറയുമ്പോൾ B കോംപ്ലിമെൻ്റ് കൊടുക്കുക. അത് കാണാൻ 1 - P(A) യൂണിയൻ B ചെയ്യുക. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് P(not)A ആൻഡിന് പകരം ഓർ ആണെന്നുണ്ടെങ്കിൽ P(not)A ഓർ not B. നോട്ട് എ എന്ന് പറയുമ്പോൾ എ കോംപ്ലിമെൻറ്റ്, ഓർ പറയുമ്പോൾ എന്ത് കൊടുക്കണം? യൂണിയൻ കൊടുക്കണം. യൂണിയൻ നോട്ട് ബി എന്ന് വെച്ചാൽ ബി കോംപ്ലിമെൻറ്റ്. സോ P(A) കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു 1 - P(A) ഇൻ്റർസെക്ഷൻ ബി. കണ്ടില്ലേ? രണ്ടും ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതിയാൽ മതി. ഇവിടെ യൂണിയൻ ആയപ്പോൾ നമ്മളിവിടെ എ ഇൻ്റർസെക്ഷൻ ബി സബ്ട്രാക്ട് ചെയ്യുന്നു. നേരെ തിരിച്ച് ഇവിടെ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണെങ്കിൽ P(A) യൂണിയൻ ബി സബ്ട്രാക്ട് ചെയ്യുന്നു. 1 - P(A) യൂണിയൻ ബി ചെയ്യുക. 5 ഇക്വേഷൻസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് എക്സാമ്പിൾസിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കൊന്ന് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, given that P(A) is equal to 0.5, P(B) is equal to 0.6 and P(A) union B equal to 0.8. Find P(A', അതുപോലെ P(A) intersection B, P(A' intersection B' and P(A' union B'. ഇത്രയും കാര്യങ്ങളാണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഏതാ കാണേണ്ടത്? P(A) കോംപ്ലിമെൻറ്റ് കാണണം. എ കോംപ്ലിമെൻറ്റെന്നോ A' ഒക്കെ പറയാം. P(A) കോംപ്ലിമെൻറ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? 1 - P(A) ചെയ്യുക. P(A)യുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.5. 1 - 0.5 ചെയ്യുക. ആൻസർ 0.5 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ കാണേണ്ടത് P(A) ഇൻ്റർസെക്ഷൻ B. P(A) ഇൻ്റർസെക്ഷൻ B കാണാനുള്ള ഇക്വേഷൻ എഴുതാം. P(A) + P(B) - P(A) യൂണിയൻ B. വാല്യൂസൊക്കെ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.3 എന്ന ആൻസർ കിട്ടും. മൂന്നാമത് കാണേണ്ടത് P(A) കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റ്. എന്താ ചെയ്യേണ്ടത്? 1 - P(A) യൂണിയൻ B ചെയ്യുക. 1 - P(A) യൂണിയൻ B. P(A) യൂണിയൻ ബിയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ അറിയാം 0.8 എന്ന്. 1 - 0.8 ചെയ്യുക. 0.2 എന്ന ആൻസർ കിട്ടും. ഇനി നാലാമത് കാണേണ്ടത് P(A) കോംപ്ലിമെൻറ്റ് യൂണിയൻ B കോംപ്ലിമെൻറ്റ്. ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുക. എങ്ങനെ കാണാം? ഈക്വൽ ടു 1 - P(A) ഇൻ്റർസെക്ഷൻ B ചെയ്യുക. എ ഇൻ്റർസെക്ഷൻ ബിയുടെ വാല്യൂ തൊട്ട് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട് 0.3 എന്ന്. 1 - 0.3 ചെയ്താൽ 0.7 എന്ന് ആൻസർ കിട്ടും. സിമ്പിളല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള ഈ 5 ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിച്ചെടുക്കേണ്ടത്. ഇതുപോലെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈ 5 ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. If A and B are even such that P(A) is equal to 1/4, P(B) is equal to 1/2 and P(A) intersection B is equal to 1/6, then 3 ക്വസ്റ്റ്യൻസ് ഇത് കാണണം. P(A) or B, P(not)A and P(not)A and not B.
അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് എ ഓർ ബി ആണ്. എന്താ കാണേണ്ടത് നമുക്ക്? എ ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ. സോ പി ഓഫ് എ യൂണിയൻ ബി നമുക്ക് കാണണം. പി ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ നമുക്കറിയാലോ. പി ഓഫ് എ ഓർ ബി മീൻസ് പി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഈ 3 വാല്യൂസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും നമുക്ക് തന്നിട്ടുണ്ട്. ആ ഫ്രാക്ഷൻസ് ഒക്കെ നമ്മളിവിടെ കൊടുക്കുക. 1/4 + 1/2 - 1/6. ഇവിടെ LCM എന്ന് പറയുമ്പോൾ 12 ആണ്. സോ 1/4 നമുക്ക് 3/12 എന്ന് എഴുതാം. 1/2 നമുക്ക് 6/12 എന്ന് എഴുതാം. 1/6 2/12 എന്ന് എഴുതാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 7/12 എന്ന് ആൻസർ കിട്ടും. ഇനി രണ്ടാമത് കാണേണ്ടത് പി ഓഫ് നോട്ട് എ. നോട്ട് എ മീൻസ് എന്താണ്? പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ്. പി ഓഫ് എ കോംപ്ലിമെൻ്റ് കാണാൻ 1 - പി ഓഫ് എ ചെയ്യുക. 1 - പി ഓഫ് എയുടെ വാല്യൂ 1/4 കൊടുക്കുക. 1 - 1/4 = 3/4 എന്ന് ആൻസർ കിട്ടും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. നോട്ട് എ മീൻസ് ഇറ്റ് ഈസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്, ആൻഡ് മീൻസ് ഇറ്റ് ഈസ് ഇൻ്റർസെക്ഷൻ, ആൻഡ് നോട്ട് ബി മീൻസ് ഇറ്റ് ഈസ് ബി കോംപ്ലിമെൻറ്റ്. സോ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ് കാണേണ്ടത്. എന്ത് ചെയ്യണം? 1 - പി ഓഫ് എ യൂണിയൻ ബി ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - പി ഓഫ് എ യൂണിയൻ ബി. നമ്മൾ തൊട്ട് മുന്നേ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 7/12. 1 - 7/12. 12 - 7 ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 12 - 7 എന്ന് പറയുമ്പോൾ 5 കിട്ടും. 5/12 എന്ന് ആൻസർ നമുക്ക് എഴുതാം. അപ്പോൾ ഇത്രയുമാണ് 3 ക്വസ്റ്റ്യൻസ് രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത്. സിമ്പിളല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻസ്, ഈ 5 ഇക്വേഷൻസും കാണാതെ പഠിക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ളത് എല്ലാ മാർക്കും സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. Let A and B are two events such that P of A is equal to 0.50 and P of B is equal to 0.70 and P of A and B. A and B എന്ന് പറയുമ്പോൾ എന്താ തന്നിട്ടുള്ളത്? A ഇൻ്റർസെക്ഷൻ B തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് P of not B കാണണം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ P of A or Bയും ചോദിച്ചിട്ടുണ്ട്. കാണാമല്ലോ അല്ലേ? കണ്ടിട്ട് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ മാത്സ് വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്